വിശദമായ വാർത്തകൾ നോക്കാം. ദില്ലിയിൽ ആം ആദ്മിയുമായുള്ള സഖ്യം ചർച്ചകൾ തകർത്ത കോൺഗ്രസ്. 7 ലോക്സഭാ മണ്ഡലങ്ങളിൽ 3 സീറ്റ് വേണമെന്ന കോൺഗ്രസ് പിടിവാശി അംഗീകരിക്കാൻ ആവില്ല എന്ന് ആം ആദ്മി അറിയിച്ചു. ആം ആദ്മി ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധ്യത. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ദില്ലിയിൽ ആം ആദ്മിയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യ ചർച്ചകൾ ആരംഭിച്ചതാണ്. ആകെയുള്ള 7 ലോക്സഭാ സീറ്റും കൈവശമുള്ള ബിജെപിയോട് സഖ്യമായി പോരാടാൻ പ്രതിപക്ഷ കക്ഷികളും കേജ്രിവാളിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ 7-ൽ 3 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നത് സഖ്യ ചർച്ചകൾ തകർത്തു. 2017 മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ദില്ലിയിൽ അപ്രസക്തമായി കഴിഞ്ഞു കോൺഗ്രസ്. 2 സീറ്റ് നൽകാമെന്നാണ് ആം ആദ്മി വാദം. 26% വോട്ടോടെ 49 സീറ്റിൽ ആം ആദ്മിക്ക് 2017 വിജയിക്കാനായി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 33% വോട്ട് നേടാൻ കേജ്രിവാളിന് കഴിഞ്ഞു. എന്നാൽ കോൺഗ്രസ് ബിജെപിക്കെതിരായ മതേതര ശക്തിയെ കോൺഗ്രസ് ദുർബലപ്പെടുത്തുകയാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ബിജെപിയെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുന്നതിനു പകരം സങ്കുചിതമായ അജണ്ട നടപ്പാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കിയിലെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ പ്രചരണാർത്ഥമുള്ള പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കോടിയേരി. വിശാല സഖ്യം രൂപീകരിച്ച് ബിജെപി സർക്കാരിനെ പുറത്താക്കാൻ ശ്രമിക്കേണ്ട കോൺഗ്രസ് ചെയ്യുന്നത് അത്തരം നീക്കങ്ങൾക്ക് തുരങ്കം വെക്കുകയാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് പ്രധാനമന്ത്രിയാകാനല്ല, പ്രതിപക്ഷ നേതാവാകാനാണ് എന്നും വയനാട്ടിൽ മത്സരിക്കുന്നത് സങ്കുചിത അജണ്ടയുടെ ഭാഗമായാണെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഒരു വീര പോരാളിയാണെങ്കിൽ അമേത്തിയിൽ മത്സരിക്കണ്ടേ? ബിജെപിയുടെ മടയിൽ കയറി ആക്രമിക്കണ്ടേ? അതിനു പകരം ഒളിച്ചോടി കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ്. വയനാട് വീര പോരാളികളുടെ നാടാണ്. പഴശ്ശിരാജാവിന്റെ മണ്ണാണ് വയനാട്. ആ മണ്ണിൽ ഒളിച്ചോടി വരുന്നവർക്ക് സ്ഥാനമില്ല എന്ന് വയനാട് തെളിയിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് നേതൃത്വത്തെ ഒരു പാഠം പഠിപ്പിക്കണം. ഒരു പാർലമെന്റ് സീറ്റിൽ പോലും ഇത്തവണ കോൺഗ്രസ് ജയിച്ചുകൂടാ. എല്ലാ സീറ്റിലും കോൺഗ്രസിനെ തോൽപ്പിക്കണം. മോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഹിറ്റ്ലർ മോഡൽ ഭരണമായിരിക്കും ഇന്ത്യയിൽ ഉണ്ടാവുക. അവർക്ക് ഇനിയൊരു അവസരം നൽകാതിരിക്കാൻ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ജനാധിപത്യ മതേതരത്വ സർക്കാർ രൂപീകരിക്കേണ്ടതുണ്ട് എന്നും കോടിയേരി പറഞ്ഞു. ഇടുക്കിയിലെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ പ്രചാരണാർത്ഥമുള്ള യോഗത്തിൽ മന്ത്രി എം എം മണി, ഇടത് നേതാക്കളായ കെ ജയചന്ദ്രൻ, PC ജോസഫ് തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സാമൂഹ്യ പിന്നോക്കാവസ്ഥയുടെ പ്രതി സിവിൽ സർവീസ് പരീക്ഷയിൽ 410 റാങ്ക് കരസ്ഥമാക്കിയ വയനാട്ടിലെ ശ്രീധന്യ സുരേഷിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിച്ചു. കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ എല്ലാവിധ ആശംസകളും നേർന്നതോടൊപ്പം ഉയർന്ന വിജയം കരസ്ഥമാക്കിയ മറ്റു മലയാളി വിദ്യാർത്ഥികളെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കുന്ന ഗോത്രവിഭാഗത്തിൽപ്പെടുന്ന ആദ്യ ആളാണ് ശ്രീധന്യ സുരേഷ് എന്നും ഉന്നതങ്ങളിലെത്താൻ എല്ലാ ആശംസകളും നേരുന്നുവെന്നും ഗവർണർ പി സദാശിവവും പറഞ്ഞു. പരാജയഭീതിയിൽ LDF-നെതിരെ വ്യാജ പ്രചാരണവുമായി UDF. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VN വാസവൻ പ്രചരണത്തിന് അമിതമായ പണം ചെലവഴിക്കുന്നുവെന്നാണ് UDF-ന്റെ ആരോപണം. എന്നാൽ കേരള കോൺഗ്രസ് തർക്കം മൂലം പ്രചരണ പരിപാടികൾ ഇവന്റ് മാനേജ്മെന്റിനെ UDF ഏൽപ്പിച്ചത് വിവാദമായിരിക്കുകയാണ്. LDF-ന് വിപുലമായ സംഘടനാ സംവിധാനമുള്ള കോട്ടയം മണ്ഡലത്തിൽ ആബാലവൃദ്ധം ജനങ്ങളാണ് പോസ്റ്ററുകളും ബോർഡുകളും ചുവരെഴുത്തുകളും ഒരുക്കിയത്. വരണം വാസവൻ എന്ന ഹ്രസ്വചിത്രം ഒരുക്കിയതാകട്ടെ VN വാസവന്റെ ഉറ്റ സുഹൃത്തുമായ പ്രശസ്ത സംവിധായകൻ ജയരാജാണ്. ഇതിനെയാണ് തോൽവി മുന്നിൽ കണ്ട UDF ക്യാമ്പ് ദുഷ്പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കോടികൾ കുടഞ്ഞിട്ടാൽ വോട്ട് കിട്ടും എന്ന് ആരെങ്കിലും ധരിക്കുന്നത് ശരിയാണോ? ഞങ്ങൾക്ക് കാശുമില്ല, പണത്തിന്റെ മോടിയാണ്. ആരോപണവുമായി രംഗത്തെത്തിയെങ്കിലും UDF ഇക്കാര്യത്തിൽ പരാതി നൽകിയിട്ടില്ല. ഇപ്പൊ പരാതിയെ കുറിച്ച് പറഞ്ഞാൽ പറയും ഭയപ്പാട് കൊണ്ടാണെന്ന് പറയും. അതുകൊണ്ട് ഇപ്പൊ പരാതി നമ്മൾ മിണ്ടുന്നില്ല. അതേസമയം UDF-ന്റെ പരാജയഭീതിയാണ് ആരോപണത്തിന് പിന്നിലെന്നും ചെലവഴിക്കുന്ന പണത്തിന് കൃത്യമായ കണക്കുണ്ടെന്നും VN വാസവൻ പ്രതികരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കോടികൾ മുടക്കാൻ കോടികൾ കയ്യിലില്ല. അതുള്ളത് NDA-ക്കും UDF-നും. അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറയിടാൻ വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. കേരള കോൺഗ്രസ് തർക്കം മൂലം UDF പ്രചാരണം മണ്ഡലത്തിൽ നിർജ്ജീവമാണ്. അത് മറികടക്കാൻ പ്രവർത്തകരില്ലാത്ത UDF ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകൾ വഴിയാണ് പ്രചാരണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രളയവുമായി ബന്ധപ്പെട്ട് അമിക്കസ് ക്യൂറി രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് MM മണി. റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് നൽകിയത് ഇതിന്റെ തെളിവാണ്. UPA സർക്കാരിന്റെ ആളായിരുന്നു അമിക്കസ് ക്യൂറി എന്നും മന്ത്രി MM മണി പറഞ്ഞു. സുപ്രീം കോടതി ഹൈക്കോടതി നിയോഗിച്ചത് അമിക്കസ് ക്യൂറി ഒരു വക്കീല്. അദ്ദേഹം
റിപ്പോർട്ട് കോടതിക്ക് കൊടുക്കുന്നതോടൊപ്പം പത്രക്കാർക്കും കൊടുത്തിരിക്കുകയാണ്. പത്രക്കാരിന് കൊടുത്തു കൊണ്ടുവന്നപ്പോ തന്നെ ചെന്നിത്തല പറഞ്ഞു തുടങ്ങി 450 പേരുടെ മരണത്തിന് പിണറായി വിജയൻ ഉത്തരം പറയണം. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ആളെ പറ്റിക്കാൻ വേണ്ടി രാഷ്ട്രീയം കളിക്കുകയാണ്. കോടതിയെ പോലും ഈ കാര്യത്തിൽ വഞ്ചിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത്. കോടതി കൊടുത്തതല്ല റിപ്പോർട്ട്, മനസ്സിലായില്ലേ? അന്വേഷിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് അന്തിമമൊന്നുമല്ല. അയാൾക്ക് തോന്നിയ വിവരക്കേട് എഴുതി കൊടുത്തിരിക്കുക. അത് അംഗീകരിക്കണോ വേണ്ടയോ, ഇനി എന്ത് ചെയ്യണമെന്നൊക്കെ കോടതിയെ തീരുമാനിക്കണ്ടേ. പക്ഷെ അതിന്റെ കോടതി കൊണ്ട് കോപ്പി കൊടുത്ത് പത്രക്കാർക്കും കൊടുത്തു. അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരാളാ. ആരാ? UPA ഗവൺമെന്റിലെ ഒരു കേന്ദ്ര ഗവൺമെന്റ് വക്കീലായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അയാളൊരു രാഷ്ട്രീയം കളിച്ചതാണ്. അതാണ് ബഹുമാനപ്പെട്ട കോടതിയെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഇതാണ് പ്രിയമുള്ളൊരു കോൺഗ്രസുകാരുടെ പണി. ഇതാണ്. കനത്ത ചൂടിൽ ജലാശയങ്ങളും പുഴകളുമെല്ലാം വറ്റി വരളുകയാണ്. 3 ജില്ലകളിലെ ആയിരങ്ങൾ ആശ്രയിക്കുന്ന ഭാരതപ്പുഴ നീർച്ചാൽ മാത്രമായി മാറിക്കഴിഞ്ഞു. വരൾച്ച നേരത്തെ എത്തിയതോടെ കടുത്ത ജലക്ഷാമം നേരിടേണ്ടി വരുമെന്ന ആശങ്ക ഉയർന്നു തുടങ്ങിയിരിക്കുകയാണ്. പ്രളയകാലത്ത് ആ പാലം വരെ നിറഞ്ഞൊഴുകിയിരുന്നു ഭാരതപ്പുഴ. എന്നാൽ ഇന്ന് ആർക്കും ഇറങ്ങിച്ചെല്ലാവുന്ന ഒരു മണൽത്തുരുത്ത് മാത്രമായി പുഴ മാറിയിരിക്കുന്നു. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നുദ്ഭവിച്ച് അറബിക്കടലിലേക്ക് 209 കിലോമീറ്റർ നീളത്തിലൊഴുകുന്ന കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴ. നിറഞ്ഞൊഴുകിയിരുന്ന പ്രതാപകാലത്തിന്റെ ഓർമ്മകൾ മാത്രമാണെന്ന് പുഴ. നദിയുടെ നടുവിൽ വലിയ മണൽക്കൂനകളും കുറ്റിക്കാടുകളും. ഇതിനിടയിലൂടെ ചെറിയ നീരുറവ് പോലെ നിലയൊഴുകുന്നു. 4 ദശാബ്ദത്തിനിടയിലെ ഏറ്റവും വലിയ ജലനിരപ്പുമായി നില കഴിഞ്ഞ മഴക്കാലത്ത് ഇരുകരയും മുട്ടിയൊഴുകിയിരുന്നു. എന്നാൽ മഴ മാറിയതോടെ നേർത്തു വന്ന പുഴയിന്ന് ചെറിയ നീർച്ചാലായി മാറി. പുഴയിലും പ്രത്യേകിച്ച് ചെറിയ അരുവികൾ, സ്ട്രീംസ്, അതിൽ നമ്മുടെ അമിതമായ മഴ മൂലം അതിൽ മുകൾ ഭാഗത്തുണ്ടായിരുന്ന ചപ്പ് ചവറും അതുപോലെ തന്നെ പുല്ലുവർഗ്ഗങ്ങളും എല്ലാം ഒലിച്ചുപോയി. ചെളി കംപ്ലീറ്റ് പോയി. അതെല്ലാം ഒന്നുകിൽ പാറയായിട്ട് മാറി അല്ലെങ്കിൽ മണലായിട്ട് മാറി. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് വെള്ളം ഒലിച്ചു പോകും, അല്ലെങ്കിൽ ആവിയായിട്ട് പോകും. അവിടെ പിടിച്ചു നിർത്തി മെല്ലെ ഒഴുകാൻ വേണ്ടിയുള്ള ഒരു സന്ദർഭം അവിടെ ഇല്ല. അത് കാരണമാണ് പെട്ടെന്ന് ഡ്രൈ ആവുന്നത്. പുഴയിലും അതുപോലെ തന്നെ. പുഴയിൽ കിടന്നിരുന്ന ചെളി കംപ്ലീറ്റ് പോയി. അത് പോയി കഴിഞ്ഞാൽ പിന്നെ മണലാണ്. മണൽ ഒന്നുകിൽ താഴേക്ക് വെള്ളം പോകും, അല്ലെങ്കിൽ ആവിയായിട്ട് പോകും. ഇതാണ് ഇപ്പം നടക്കുന്നത്. നിലയുടെ പോഷക നദികളായ തൂതപ്പുഴയും കൽപ്പാത്തിപ്പുഴയും ഗായത്രിപ്പുഴയും കണ്ണാടിപ്പുഴയുമെല്ലാം വരണ്ടു തുടങ്ങി. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലെ ആയിരക്കണക്കിന് ജനങ്ങൾ കുടിവെള്ളത്തിനും കൃഷിക്കുമെല്ലാമായി ഭാരതപ്പുഴയെ ആശ്രയിക്കുന്നുണ്ട്. നേരത്തെ വരൾച്ചയെത്തിയതിനാൽ പുഴകളിലെ തടയണകളടക്കം വറ്റിയതോടെ മലമ്പുഴ ഡാം തുറന്ന് ഇപ്പോൾ തടയണകൾ നിറച്ചു തുടങ്ങിയിട്ടുണ്ട്. നിറഞ്ഞൊഴുകിയ വഴികൾ വേനൽ കടുക്കും മുമ്പേ നീർച്ചാലായി മാറിക്കഴിഞ്ഞു. വരാനിരിക്കുന്ന വലിയ പ്രതിസന്ധിയുടെ നാളുകളെക്കുറിച്ച് ഈ പുഴ മുന്നറിയിപ്പ് നൽകുന്നു. ഒറ്റപ്പാലത്ത് നിന്നും സിജു കണ്ണൻ. തിരികെ വാർത്തകളിലേക്ക്. മമ്മൂട്ടി നായകനായ മധുരരാജ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് അബുദാബിയിൽ നടന്നു. ട്രെയിലർ ലോഞ്ചിൽ പങ്കെടുക്കാൻ മമ്മൂട്ടിയും സിനിമയിലെ അണിയറ പ്രവർത്തകരും അബുദാബിയിലെത്തി. ട്രെയിലർ ലോഞ്ച് അബുദാബി അൽവാദ മാളിൽ ആയിരങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ നടന്നു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാം. ഗൾഫിലെ സിനിമ ആസ്വാദകരെ ആവേശത്തിലാക്കിയാണ് മധുരരാജയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്തത്. അബുദാബി അൽവാദ മാളിലേക്ക് നേരത്തെ തന്നെ ആയിരങ്ങൾ ഒഴുകിയെത്തി. വൈകുന്നേരം 6 മണിയോടെ മാൾ മമ്മൂട്ടി ആരാധകരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. 7 മണിയോടെ താരരാജാവ് വേദിയിലേക്കെത്തി. തുടർന്ന് മധുരരാജയുടെ ട്രെയിലർ റിലീസ് ചെയ്തു. ചിന്ന രാജാനൊരു തമ്പി മാറി താനാണോ രാജ? മധുരൈ രാജ തെന്നിന്തൻ മക്കൾക്ക് തലൈവർ. മലയാളികൾക്കുള്ള വിഷുക്കണിയാണ് മധുരരാജ എന്ന് മമ്മൂട്ടി പറഞ്ഞു. പ്രവാസികളുടെ നിറഞ്ഞ സ്നേഹത്തിനും പിന്തുണക്കും മമ്മൂട്ടി നന്ദി പറഞ്ഞു. ഏറെ ആനന്ദിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരിക്കും മധുരരാജ. രാജ മധുരയിൽ നിന്നാണ് വരുന്നത്. മധുരരാജ സിനിമയിലെ ആക്ഷൻ ഡയലോഗുകളും മമ്മൂട്ടി ആരാധകർക്കായി പങ്കുവച്ചു. അഭിനേതാക്കളായ സലീം കുമാർ, അനുശ്രീ, രമേശ് പിഷാരടി, ബൈജു ജോൺസൺ, ആക്ഷൻ കൊറിയോഗ്രാഫർ പീറ്റർ ഹെയ്ൻ, ചിത്രത്തിന്റെ നിർമ്മാതാവ് നെൽസൺ തുടങ്ങിയവരും മമ്മൂട്ടിക്കൊപ്പം വേദിയിലെത്തി. ലുലു ഗ്രൂപ്പ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഹെഡ് നന്ദകുമാറും ചടങ്ങിൽ പങ്കെടുത്തു. ഏപ്രിൽ 12-നാണ് മധുരരാജ കേരളത്തിലും മറ്റു രാജ്യങ്ങളിലും റിലീസ് ചെയ്യുന്നത്.
ഫാസ്റ്റ് ഫിലിംസാണ് മധുരരാജ UAE എത്തിക്കുന്നത്. അബുദാബിയിൽ നിന്ന് ക്യാമറമാൻ അനീഷ് കണ്ണൂരിനൊപ്പം ടി ജമാലുദ്ദീൻ. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിക്കേണ്ടതിന്റെ അനിവാര്യത ചൂണ്ടിക്കാട്ടി ചലച്ചിത്ര സാംസ്കാരിക പ്രവർത്തകർ. ഇടത് യുവജന സംഘടനകൾ കണ്ണൂരിൽ സംഘടിപ്പിച്ച യൂത്ത് ഫെസ്റ്റിൽ മാധ്യമപ്രവർത്തകൻ ജോൺ ബ്രിട്ട, സിനിമാ താരം ഹരിശ്രീ അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചറുടെ വിജയത്തിനായി രംഗത്തിറങ്ങുമെന്ന് യൂത്ത് ഫെസ്റ്റിൽ അണിനിരുന്ന ആയിരക്കണക്കിന് യുവജനങ്ങൾ പ്രഖ്യാപിച്ചു. ഈ തിരഞ്ഞെടുപ്പിൽ നേരിന്റെ പക്ഷമായ ഇടതുപക്ഷത്തിനൊപ്പമാണ് ഞങ്ങളുടെ മനസ്സെന്ന് കേരളം ആദരവോടെ കാണുന്ന കലാ സാംസ്കാരിക ചലച്ചിത്ര പ്രവർത്തകർ പ്രഖ്യാപിച്ചപ്പോൾ ഹർഷാരവത്തോടെയാണ് കണ്ണൂരിലെ യുവത സ്വീകരിച്ചത്. രാജ്യം തീവ്ര വലതുപക്ഷ വർഗീയതയുടെ കൈപ്പിടിയിലായതിന്റെ നാൾവഴികളും കോൺഗ്രസ് പാർട്ടി വർഗീയതയ്ക്ക് വളരാൻ വളം വെച്ചു കൊടുത്തതിന്റെ ഉദാഹരണങ്ങളും ഉത്തരേന്ത്യൻ മാധ്യമ പ്രവർത്തനത്തിന്റെ അനുഭവത്തിൽ നിന്നും ജോൺ ബ്രിട്ടാസ് വരച്ചുകാട്ടിയപ്പോൾ അതീവ ശ്രദ്ധയോടെയാണ് യുവജനങ്ങൾ ശ്രവിച്ചത്. ബാബറി മസ്ജിദിന് മുമ്പിലുള്ള കർസേവ കാണാൻ വേണ്ടി പോയ മാധ്യമംഗ സംഘത്തിലെ പ്രതിനിധിയുടെ മനസ്സിലേറ്റ പോറൽ ഞാനന്ന് പത്രത്തിൽ വരച്ചു വെച്ചു. അന്ന് ഞാൻ പ്രവർത്തിച്ചിരുന്ന ദേശാഭിമാനി പത്രത്തിൽ ഞാൻ എഴുതിയ ആദ്യ വാചകം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മതനിരപേക്ഷ ഇന്ത്യക്ക് ചരമഗീതം എഴുതാൻ വേണ്ടിയായിരുന്നു ഈ പ്രഭാതത്തിലെ യാത്രയെന്ന് ഞങ്ങളാരും നനച്ചിരുന്നില്ല എന്ന്. അന്ന് തുടങ്ങി ഈ വർഗീയതയുടെ രഥയോട്ടം. കണ്ണൂർ നടുവിലിൽ EP ജയരാജനും ചക്കരക്കല്ലിൽ കടകംപള്ളി സുരേന്ദ്രനും യൂത്ത് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. മലയാളികളുടെ പ്രിയതാരം ഹരിശ്രീ അശോകൻ ശ്രീമതി ടീച്ചർക്ക് വലിയ വിജയം സമ്മാനിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. നിങ്ങളൊക്കെ സ്നേഹിക്കുന്ന, നിങ്ങളൊക്കെ വളർത്തി വലുതാക്കിയ, ഹരിശ്രീ അശോകനാക്കിയ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇന്നും കൂടിയുള്ളുന്ന ഒരു രമണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് അല്ലേ, പഞ്ചാബി വെച്ചല്ലേ. ആ രമണന്റെയോ അല്ലെങ്കിൽ ഹരിശ്രീ അശോകന്റെയോ ഒരു റിക്വസ്റ്റ് ആയിട്ട് എടുത്ത് ടീച്ചറെ വിജയിപ്പിക്കണമെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ, വിധു വിൻസെന്റ്, GS പ്രദീപ്, MV നികേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.